ദേവൻ, ദേവരാജൻ, ദേവരാജപ്രതാപ വർമ്മ. തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഇല്ല, പക്ഷെ ഞാൻ നിങ്ങളെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. കണ്ടോളൂ, കൺകുളിരെ കണ്ടോളൂ. എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ആരാണെന്ന്. ഞാൻ ആരാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അറിയിക്കാൻ വേണ്ടിയാണ് തന്റെ ഇൻഫോമർ ജോസൂട്ടനെ ഞാൻ ട്രാപ്പ് ചെയ്തതും തന്നെ എന്റെ ഗസ്റ്റ് ഹൗസിൽ വരുത്തിയത്. പിന്നെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം റക്കിക്കുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ തറവാട്ടിനില്ല. കാരണം ഞങ്ങൾ പാമ്പാട്ടികളല്ല. പക്ഷേ കടിക്കുമെന്ന് ഉറപ്പുള്ള പാമ്പിന്റെ പത്തി നോക്കിയൊന്നും കൊടുക്കാതെ മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്ന പാരമ്പര്യവും ഞങ്ങൾക്കില്ല. ഞാൻ ഉറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. രാമോ, വെറുതെ ഒരു മുൻകരുതൽ. ഈ ഫ്ലാറ്റിന്റെ ഒറിജിനൽ കീയും ഡ്യൂപ്ലിക്കേറ്റ് കീയും എന്റെ ഇല്ല. ഇനി ഞാൻ തീരുമാനിക്കും നിങ്ങളപ്പോ പുറത്തു പോകണം. രമേശ്, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം പ്ലീസ്. ഒരിക്കൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, വിശ്വസിച്ചു, അനുഭവിച്ചു. ഒരാളെ ഒന്നിലേറെ തവണ വിശ്വസിക്കുന്നവൻ വിഡ്ഢിയാണ്. അതിന് ഞാനില്ല. ശരി, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് പോയേ പറ്റൂ. വിടില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് ഗണേശന്റെയും മഹേന്ദ്രന്റെയും ഫ്ലൈറ്റ് ഈ ഫ്ലാറ്റിന്റെ മുകളിലൂടെ പറഞ്ഞതിന് ശേഷം മാത്രം. എങ്കിൽ അവർ ആ ഫ്ലൈറ്റിൽ പോവില്ല. വടക്കൻ കളരിമുറയിൽ നീ തീപ്പോയെടുത്തടിച്ചപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് നൊന്തു. പക്ഷെ ഇപ്പോ ഒരു സുഖം തോന്നുന്നു. IPC സെക്ഷൻ 307 അറ്റംപ്റ്റ് ടു മർഡർ, വധശ്രമം. എന്റെ ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി എന്നെ വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിന് തന്നെ അകത്തിടാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഹാവ് എ നൈസ് ഡേ. SP പുന്നക്കാടൻ, ഞാൻ രമേശ് നമ്പ്യാർ. പറയണം. മുൻകൂട്ടി അറിയിച്ച് കൊല ചെയ്യുന്ന ആൾ ദേവൻ തന്നെയാണെന്ന് നമുക്ക് തെളിയിക്കാം. അയാളിപ്പോ സീലിയൻ ഫ്ലാറ്റിൽ എന്റെ കസ്റ്റഡിയിലുണ്ട്. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളിപ്പോ ഇവിടെ വരുന്ന വരണം. നിങ്ങൾ ചെയ്ത് ശരിയാണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണ്. എന്റെ ഫോണും ചാവി എടുത്തില്ല. എന്താ രാമു? രാമു അല്ല വക്കീൽ സാറേ, ദേവൻ. സോറി രമേശ് നമ്പ്യാർ, ഞാൻ ആ മുറിയിലല്ല. ഇവിടെ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് നോക്ക്. വക്കീൽ വിളവ് പഠിച്ച പള്ളിക്കൂടത്തിലെ ഹെഡ് മാസ്റ്ററാ ഞാൻ. കുറെ ദിവസമായി ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞില്ലേ? സുഖമായിട്ട് കിടന്നുറങ്ങുക. കൂടെ ചാടേണ്ട വക്കീലെ കാലൊടിയും. സ്വിമ്മിംഗ് പൂളിന്റെ വെള്ളം ഞാൻ തുറന്നു വിട്ടിരിക്കുക. ഇത് കണ്ടോ? ഇനി ആ ഫ്ലാറ്റിന്റെ അകത്ത് നിന്ന് വക്കീൽ എപ്പ പുറത്തിറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതെന്റെ ഫ്ലാറ്റാണ്. അവരൊക്കെ എന്റെ സെക്യൂരിറ്റീസും. എന്നെ തളയ്ക്കാനുള്ള പൂട്ടൊന്നും നിന്റെ കയ്യിലില്ല മോനെ ദിനേശ.
ഇനി നീ കോമ്പൗണ്ടിൽ നിന്ന് എപ്പോ പുറത്തു പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ? തുറക്കടാ.